ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട പ്രിൻസ് കോരാച്ചൻ, കൊച്ചമ്മ, ബാൾമാർത്തോമായ ഇടവകയിലെ പ്രിയ ദൈവജനമേ, എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളോടുകൂടെ പ്രാർത്ഥിക്കുവാനും ദൈവവചനം പങ്കുവയ്ക്കുവാനും ദൈവം തമ്പുരാൻ തരുന്ന സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസ് കോരാച്ചൻ പറഞ്ഞ എല്ലാ നല്ല സ്വാഗത വാക്കുകൾക്കും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കട്ടെ. അച്ഛൻ ഓർമ്മിച്ചതുപോലെ ഒരേ ദിവസം ഒരുമിച്ച് ഒരു മദ്ബഹായിൽ വെച്ച് ദൈവിക ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുവാനുള്ള ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു എന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അച്ഛൻ്റെ ശുശ്രൂഷാ മേഖലകളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് പരസ്പരം പിന്തുടർച്ചക്കാരായിട്ട് ശുശ്രൂഷ ചെയ്യുവാനും ഒരു പ്രത്യേക തരത്തിലുള്ള അവസരം ഒരുങ്ങി എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ ഓർക്കുകയാണ്. അച്ഛൻ്റെ ശുശ്രൂഷകളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹെബ്ബാൾ മാർത്തോമായ ഇടവകയിലെ ഒരിക്കലൊരു കൺവെൻഷന് വരുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. വർഗീസ് മാത്യു അച്ഛൻ വികാരിയായിട്ട് ഇരിക്കുമ്പോഴാണ്. അങ്ങനെ ആ ഇടവകയോടും ആ പ്രകാരം ഒരു ബന്ധം ഉണ്ട് എന്നുള്ളത് സന്തോഷത്തോടു കൂടെ ഓർക്കുന്നു. സെനിന്റെ കാര്യം അച്ഛൻ സൂചിപ്പിച്ചു. നമ്മളൊരു പാൻഡമിക്കിന്റെ മധ്യത്തിലാണ്. അതേസമയം തന്നെ നമ്മളൊരു അഡ്വെന്റ് സീസണിന്റെ മധ്യത്തിലാണ്. ആഗമന കാലഘട്ടത്തിന്റെ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. തിരു അവതാരത്തെക്കുറിച്ച്, ദൈവം മനുഷ്യനായതിനെ കുറിച്ച്, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി ദൈവം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയും അതിലൂടെ നമ്മുടെ ജീവിതത്തെ ദൈവികമായി ഉയർത്തുവാൻ നിരന്തരം ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന അനുഭവമാണല്ലോ നോമ്പും കർത്താവിന്റെ ആഗമന കാലം. അപ്രകാരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് യേശു ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതും യേശു ക്രിസ്തു കേന്ദ്രീകൃതവുമായ ജീവിതം നയിക്കാൻ തക്കവണ്ണം നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ള വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18, 22, 23 വാക്യങ്ങളും 2-ാം അധ്യായത്തിന്റെ 1, 2 വാക്യങ്ങളുമാണ്. Letter to the Corinthians, first letter to the Corinthians, chapter 1, verses 18, 21, 23, and chapter 2, verses 1 and 2. നമുക്ക് ഈ വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. 1 കൊരിന്ത്യർ 1:18. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. 22, 23 വാക്യങ്ങൾ. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 2-ാം അധ്യായം 1, 2 വാക്യങ്ങൾ. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നന്ദിയോടെ സ്തുതി. നിന്റെ പാദപീഠത്തിങ്കൽ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, ഞങ്ങളുടെ ബോധങ്ങളെ പ്രകാശിപ്പിക്കണമേ. അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.
നമ്മൾ ഈ വേദഭാഗം ഒരു റിവേഴ്സ് ഓർഡറിൽ ചിന്തിക്കാം, ധ്യാനിക്കാം എന്ന് കരുതുന്നു. Chapter 2, verse 2. For I decided to know nothing among you except Jesus Christ and Him crucified. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. പൗലോസ് അപ്പോസ്തലന്റെ വലിയ ശക്തീകരണമാണ് ക്രിസ്തു, അതും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിലൂടെ തൻ്റെ ജീവിതത്തിനുണ്ടായ രൂപാന്തരം അതുപോലെ തന്നെ കേൾക്കുന്നവർക്കെല്ലാം ഉണ്ടാകണം എന്നുള്ള അദമ്യമായ ആഗ്രഹം പൗലോസ് അപ്പോസ്തലന്റെ പ്രവർത്തനത്തിലും പൗലോസ് അപ്പോസ്തലന്റെ എഴുത്തുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്നതാണ് പൗലോസ് അപ്പോസ്തലന്റെ കേന്ദ്ര ചിന്താ വിഷയം. യേശു ക്രിസ്തുവിലൂടെ മനുഷ്യർക്കുണ്ടാകേണ്ട പുതുക്കം. ക്രൈസ്റ്റ് who is crucified is central to the Christian life and foundational to the Christian life. നമുക്ക് യേശു ഇല്ലാതെ ഒരു വിശ്വാസമില്ല. യേശു ക്രിസ്തു ഇല്ലാതെ ഒരു ക്രിസ്തീയ ജീവിതം പോസിബിൾ അല്ല. അത് വെറും യേശു ക്രിസ്തുവല്ല, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തു. That is an affirmation. Jesus, that too, him crucified. ക്രൂസിഫിക്ഷൻ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കോരിന്ത പ്രദേശത്ത് ആദ്യ സമയത്ത് ചെന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. I determined to be among you as if know nothing but Jesus him crucified. 3-4 വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ these words are so interesting. ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്ന് പറയും. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തില് എനിക്ക് ജഡത്തിൽ പ്രശംസിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. If I want to boast in worldly matters, I have many. And he enlists each and every one. ഓരോ കാര്യങ്ങളും പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. This is what I am. അത്ര നിസ്സാരക്കാരനല്ല, അത്ര ബലഹീനനല്ല, അത്ര ഭയപ്പെടേണ്ട ആളല്ല. മറ്റുള്ളവർ ഭയപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് പൗലോസ്. എന്നാൽ when he know Christ, this is the kind of transformation that occurred into his life. എന്നാൽ യേശു ക്രിസ്തുവിനെ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ, യേശു ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ രൂപാന്തരമാണ് ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്നുള്ളത്. ഇന്ന് നമ്മൾ ആരാധനയിൽ ധ്യാനിച്ചത് നമ്മുടെ കർത്താവിന്റെ ഇഹലോകത്തിലെ പിതാവായ യോസേഫിനെ കുറിച്ചാണല്ലോ. യോസേഫിനെ കുറിച്ച് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയ കാര്യം, വേദപുസ്തകത്തിൽ നമ്മളെ വളരെ ആകർഷിക്കുന്നതും നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതുമായ കാര്യം എന്ന് പറയുന്നത് ജോസഫ് ഈസ് സോ ഇൻസിഗ്നിഫിക്കന്റ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാത്ത ആബ്സല്യൂട്ട് സൈലൻസ് ഓഫ് ജീസസ് ഫാദർ. ഒരു കാര്യവും ജോസഫ് പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. വളരെ നിസ്സാരമായി
ഒരു പ്രസൻസ് മാത്രമാണ് ജോസഫിന്റെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വിച്ച് മീൻസ് ജോസഫ് വാസ് സിമ്പിൾ ആൻഡ് ഹംബിൾ ഇനഫ് ടു ബി യൂസ്ഡ് ബൈ ഗാഡ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ തക്കവണ്ണം യോസെഫിന്റെ ലൈഫ് അതുപോലെ ഹംബിളും അതുപോലെ സിമ്പിളുമായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസികളെ തകർക്കുവാൻ വേണ്ടി ഓടി നടന്ന പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ബലഹീനതയോടും ഭയത്തോടും നടുക്കത്തോടും കൂടെ ഇരുന്നു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ ഒന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിലിരുന്നു എന്ന് പറയുമ്പോൾ സബ്മിറ്റിംഗ് വൺ സെൽഫ് ടു ബി യൂസ്ഡ് ബൈ ഗാഡ്, ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ വേണ്ടി സ്വയം ഏറ്റെടുക്കുന്ന ഒരു ഹ്യൂമിലിറ്റിയാണ്, ഹംബിൾനെസ് ആണ്, സിംപ്ലിസിറ്റിയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒന്നും അറിയാൻ മേലാത്തവനായിട്ടല്ല, എല്ലാം അറിയാവുന്നവൻ, വലിയ കഴിവുള്ള. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് കാണാൻ സാധിക്കും. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിലും മറ്റ് പല കാരാഗ്രഹങ്ങളിലും വളരെ അടിയൊക്കെ ഏറ്റതിന് ശേഷം കാരാഗ്രഹ പ്രമാണിമാര് വന്നിട്ട് അവരെ റിലീസ് ചെയ്യുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, റോമ പൗരനായ എന്നെ വിചാരണ കൂടാതെ ശിക്ഷിച്ചിട്ട് ആരും അറിയാതെ പറഞ്ഞു വിടാൻ ഭാവിക്കുന്നുവോ? അത് ശതാധിപൻ കേട്ടിട്ട് സഹസ്രാധിപനോട്, സെഞ്ചൂറിയൻ ടു ദി ഹയർ ഓഫീസർ റിപ്പോർട്ടഡ്. അയാൾ വന്നു എന്നിട്ട് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ആർ യു എ റോമൻ സിറ്റിസൺ? അപ്പോൾ പോൾ പറയുന്നു, യെസ് ഐ ആം. എന്നിട്ട് ഈ ഹയർ ഓഫീസർ പറയുകയാണ്, ഐ ഹാവ് purchased this privilege of being Roman citizen with much amount. അപ്പോൾ സെന്റ് പോൾ പറയുന്ന മറുപടിയാണ്, ഐ ഹാവ് ബോൺ ഇൻ ദാറ്റ് കപ്പാസിറ്റി itself. ഞാൻ അങ്ങനെ തന്നെ ജനിച്ചവനാണ്. സോ ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് മാൻ പോൾ. അതുപോലെയുള്ളവനാണ്, ഒന്നും അറിയാത്തവനൊന്നുമല്ല. ഗമാലിയൽ എന്ന് പറയുന്ന വലിയ പണ്ഡിതന്റെ സ്കൂളിൽ ഇരുന്ന് ന്യായപ്രമാണവും ദൈവശാസ്ത്രവും പഠിച്ചവനാണ്. അയാളാണ് പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ ഒന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഷോ ഓഫ് ചെയ്യാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മെ കുറിച്ച് എടുത്ത് പറയാനായിട്ടുണ്ട്. ഒത്തിരി പേർക്കും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മോട് തന്നെ ഉള്ള സ്നേഹം, ആദരവ്, അതൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. നമുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ എത്ര മഹത്വമുള്ളവരാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ആളാണ് എന്ന് എടുത്തറിയിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവൃത്തികളൊക്കെ പലപ്പോഴും അങ്ങനെ ആയി പോകും. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നെന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും നമ്മളെ ഉയർത്തുക, നമ്മുടെ മഹത്വം എല്ലാവരും അറിയുക എന്നുള്ളത് മാത്രമായിട്ട് തീരുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാം അങ്ങനെ ആകരുത്. നാം എത്ര വലിപ്പവും മഹത്വവും ഉള്ളവരാകുന്നു അത്രത്തോളം we must be humble and simple enough so that God may bless our life, bless our family and bless our generations through our humility and simplicity. നമ്മുടെ ജീവിതത്തിന്റെ താഴ്മയിലൂടെ, നമ്മുടെ ജീവിതത്തിന്റെ സമർപ്പണത്തിലൂടെ നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിൽ കാണിക്കണം. അങ്ങനെ ഇരിക്കണമെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനവും കേന്ദ്രവുമായിരിക്കണം. അപ്പോഴാണ് നമുക്ക് അപ്രകാരം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ജീവിതമായിട്ട് തീരാൻ കഴിയും. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട, വളരെ ഉന്നത നിലവാരമുണ്ടായിരുന്ന ഒരു വീക്കിലിയാണ് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി. ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി ഒരിക്കൽ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ലുധിയാനയിലെ ഡയറക്ടർ ആയിരുന്ന, വളരെ പ്രശസ്തനായിരുന്ന ഡോക്ടർ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ ഒരു ബയോഗ്രഫി ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്തു. ഒരു ആർട്ടിക്കിൾ മെറ്റീരിയൽ എല്ലാം കളക്ട് ചെയ്തു. അദ്ദേഹത്തെ കുറിച്ച് അവർ വിശദമായിട്ട് എഴുതി. ഒരു പ്രത്യേക തരം ട്രീറ്റ്മെന്റിൽ, ന്യൂറോ സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക ട്രീറ്റ്മെന്റിൽ ലോകം അറിയുന്ന ഒരു വലിയ സ്കോളറും സയന്റിസ്റ്റുമാണ് ഡോക്ടർ നാരായണൻ നമ്പൂതിരിപ്പാട്. പലയിടങ്ങളിൽ പേപ്പർ പ്രസന്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. CMCയുടെ ഡയറക്ടറൊക്കെയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ചെയ്യാനായിട്ട് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി തീരുമാനിച്ച് ഡേറ്റ എല്ലാം കളക്ട് ചെയ്തെല്ലാം സെറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഫോട്ടോ വാങ്ങി അത് വെച്ചു.
എല്ലാം കഴിഞ്ഞപ്പോൾ അവർക്കൊരു സംശയം, എന്താണ് അദ്ദേഹത്തിന്റെ ഫോട്ടോയുടെ താഴെ കൊടുക്കേണ്ട ക്യാപ്ഷൻ? Anything can be said about him. He is such a very wonderful and great personality, world renowned person. ഇപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ താഴെ എഴുതേണ്ടത്? CMCയുടെ ഡയറക്ടർ എന്ന് വെക്കണോ, അതോ അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ വെക്കണോ, അതോ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ വെക്കണോ, ഫെലോഷിപ്പുകൾ വെക്കണോ, ഏതാണ് വെക്കേണ്ടത്? സംശയം വന്നിട്ട് അവർ എഴുതി അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, എന്താണ് താങ്കളുടെ ഫോട്ടോയുടെ താഴെ ഞങ്ങൾ വെക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, എന്റെ ഫോട്ടോയുടെ താഴെ നിങ്ങൾ ഇങ്ങനെ എഴുതണം, എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. അദ്ദേഹം ഒരു ക്രിസ്തു വിശ്വാസിയായിരുന്നു. ദൈവവചനം അനുസരിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശ്രമിച്ചയാളായിരുന്നു. പുകഴുവാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം പറഞ്ഞത്, എന്റെ ചിത്രത്തിന്റെ താഴെ നിങ്ങൾ എഴുതുക, എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്ന് പറയുക. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അറിവില്ലാത്ത ആളല്ല, വിവരമില്ലാത്ത ആളല്ല, ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ബട്ട് ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്, ഒന്നും അറിയാത്തവനായ ക്രിസ്തുവ. ഈ അറിവിനേക്കാളും നമ്മുടെ കയ്യിലുള്ളവയെക്കാളും നമ്മുടെ എല്ലാ മഹത്വത്തെക്കാളും അതിൻ്റെയൊക്കെ മീതെയാണ് ക്രിസ്തു, കർത്താവ്, കർത്താവിലൂടെയുള്ള രക്ഷ. അതാണ് നമ്മൾ പിടിച്ചു കൊള്ളേണ്ടത് എന്ന ബോധ്യമാണ് പൗലോസിന്റെ ജീവിതത്തിലെ രൂപാന്തരം. അതുകൊണ്ടാണ് ഇപ്രകാരം പറയാനായിട്ട് സാധിക്കുന്നത്. നമ്മളും പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ മറ്റെന്തിനേക്കാൾ മഹത്തരമായ കാര്യമാണ് യേശു ക്രിസ്തു എന്നും യേശു ക്രിസ്തുവിലൂടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന രൂപാന്തരം എന്നും നമ്മൾ വിശ്വസിക്കുവാനും അത് ഏറ്റുപറയുവാനും നമ്മുടെ തലമുറകളെ അത് പഠിപ്പിക്കുവാനും നമുക്ക് ഇടയായിത്തീരണം. അപ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും ബ്ലസ്സഡ് ആയിട്ട് തീരും. രണ്ടാമത് 22-23 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. For Jews demand signs and Greeks seek wisdom, but we preach Christ crucified. We preach Christ crucified. എങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു ഞങ്ങളുടെ അടിസ്ഥാനവും കേന്ദ്രവുമായി തീർന്നിരിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. It is a world which asks for signs, a world which asks for wonders and miracles to prove the existence of God, to prove the reality of God. It is a world which demands more and more luxuries and gifts from God. You do this, we believe. യേശു കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോഴും അതുപോലെ ഒരു വലിയ ടെംപ്റ്റേഷൻ യേശുവിനെ നേരിടേണ്ടി വരുന്നുണ്ട്. ഗ്രീക്കിലെ വലിയ പ്രസിദ്ധനായ സാഹിത്യകാരൻ നിക്കോസ് കസാൻസാക്കിസ് എഴുതിയിരിക്കുന്ന ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ആ ബൈബിൾ പാസേജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ ഇമാജിനേഷനാണ്. യേശുക്രിസ്തുവിനോട് വഴിയെ കടന്നു പോകുന്നവരൊക്കെ പറയുന്നു, കഴിയുമെങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. ആൻഡ് ദിസ് വാസ് ദ മോസ്റ്റ് പവർഫുൾ ടെംപ്റ്റേഷൻ ജീസസ് ഫേസ്ഡ് എന്നാണ് ഈ എഴുത്തുകാരൻ പറയുന്നത്. നീ ഇറങ്ങി വാ, വി ഓൾ ബിലീവ്, ദാറ്റ്സ് എ വണ്ടർഫുൾ തിങ്. എല്ലാവരെയും ഇപ്പൊ രക്ഷിക്കാം, എല്ലാവരെയും ഇപ്പൊ ക്രിസ്ത്യാനികളാക്കാം. ബട്ട് ജീസസ് ഡിഡ് നോട്ട് ഡു ദാറ്റ്. യേശു അത് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മിറക്കിൾ. കസാൻസാക്കീസിന്റെ നോവൽ അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, he did not come down from the cross and it was in that way everything began. എല്ലാം അവസാനിച്ചതെന്നല്ല അദ്ദേഹം പറഞ്ഞത്, it was in this way everything began. എങ്ങനെയാണ് എല്ലാം ആരംഭിച്ചത് എന്ന് പറഞ്ഞാണ് ആ നോവൽ അവസാനിക്കുന്നത്. യഹൂദന്മാർ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, അടയാളം കാണിക്കുക, ഞങ്ങൾ വിശ്വസിക്കാം, നീ അടയാളം കാണിക്കുക. എല്ലാത്തിനും അവർക്ക് അടയാളം വേണം. ആകാശത്തു നിന്നൊരു അടയാളം കാണിക്കുക, വെള്ളത്തിൽ നിന്നൊരു അടയാളം കാണിക്കുക, ന്യായപ്രമാണത്തിൽ നിന്നൊരു അടയാളം കാണിക്കുക, ഞങ്ങൾ വിശ്വസിക്കും. യവനന്മാരാണ് അതിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ്. ദ ഗ്രീക്സ്, ദേ ആർ വെരി റാഷണൽ, വെരി ഫിലോസോഫിക്കൽ, വെരി സയന്റിഫിക്. എല്ലാ സയൻസിന്റെയും അടിസ്ഥാനം നമ്മൾ പഠിച്ചു ചെല്ലുമ്പോൾ ഗ്രീക്ക്
ഫിലോസഫി അല്ലെങ്കിൽ സയൻസ് ആണെന്ന് കാണാൻ സാധിക്കും. അപ്പൊ എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നവരാണ്, എല്ലാവരും തുറന്ന് കണ്ടുപിടിക്കുന്നവരാണ്. ദൈവത്തെക്കുറിച്ച് പോലും അവർ പഠിച്ചാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയുള്ള യവനന്മാർ, ഗ്രീക്സ്, they seek knowledge, wisdom, they ask reason, they ask causes. അങ്ങനെ ഒരു ലോകം ഇന്ന് വളരെ പ്രബലമാണ്. എല്ലാം മനുഷ്യന്റെ ബുദ്ധിക്ക് അനുസരിച്ച് മനസ്സിലാക്കി തരുവാനായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലോകമുണ്ട്. We care for neither for these. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, we do not care for either of these. ഇത് രണ്ട് ഞങ്ങൾ നോക്കുന്നില്ല. പിന്നെയോ we present Christ and that too in crucified. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുകയാണ്. എന്താണ് ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം? We preach what we experienced. We preach what had happened into our life. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതിനെ ഞങ്ങൾ പറയുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയാനുള്ള കാര്യം. പീഡകനായി നടന്ന കാലത്ത് ഡമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഈ ദൈവം എന്നെ എൻകൗണ്ടർ ചെയ്തു, എന്നെ കണ്ടുമുട്ടി, എന്നെ പിടിച്ചു, ഞാൻ നിലത്ത് വീണു, അന്ധനായി തീർന്നു. ശൗലേ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നുള്ള ശബ്ദം ഞാൻ കേട്ടു. മുള്ളിന് നേരെ ഉദിക്കുന്നത് നിനക്ക് നന്നല്ല എന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്ന കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്ന് പറഞ്ഞു. യേശുവിനെ ഒരിക്കലും ശൗൽ ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ എന്താണ് യേശു അങ്ങനെ പറയുന്നത്? എന്റെ ജനത്തെ ഉപദ്രവിക്കുമ്പോൾ ഞാനാണ് ഉപദ്രവിക്കപ്പെടുന്നത് എന്ന് പറയുന്ന യേശുവിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് പൗലോസ് അപ്പോസ്തലന് രൂപാന്തരം ഉണ്ടായത്. That is my experience. That is why I preach Christ who is crucified for my salvation, my redemption and my renewal of life. നമുക്ക് പലപ്പോഴും ഈ ഒരു വലിയ ഒരു ടെംപ്റ്റേഷൻ ലൈഫിൽ ഉണ്ടാകാം. ഒന്നുകിൽ നമുക്ക് ദൈവത്തോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം അതേപടി ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഫെയ്ത്ത്, അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫെയ്ത്ത്. അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിക്ക് അനുസരിച്ച് കാര്യങ്ങൾ ആരെങ്കിലും വിശദീകരിച്ച് തരികയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ഫെയ്ത്ത്. എന്നാൽ മോർ ദാൻ ദാറ്റ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമായിട്ട് തീരണം. ഇറ്റ് മസ്റ്റ് ബി യുവർ എക്സ്പീരിയൻസ് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് എ റിഡീമിംഗ് പ്രസൻസ് ഇൻ യുവർ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമായിട്ട് തീരണം എന്നുള്ളതാണ്. വളരെ പ്രസിദ്ധനായ ഒരു സയന്റിസ്റ്റ് ആണ് ഫ്രാൻസിസ് കോളിൻസ്. ഫ്രാൻസിസ് കോളിൻസ് അമേരിക്കയിലെ ഒരു ഡോക്ടറാണ്. ഫ്രാൻസിസ് കോളിൻസ് ആണ് DNA ഡീകോഡ് ചെയ്ത ടീമിന്റെ തലവനായിരുന്നയാൾ. അദ്ദേഹം അവിടുത്തെ മറ്റ് അനേക സയന്റിസ്റ്റുമാരെ പോലെ പഠിച്ചവരെ പോലെ തന്നെ ഒരു നിരീശ്വരവാദിയാണ്. ഹീസ് ആൻ എതീസ്റ്റ്. പഠനകാലത്തൊക്കെ അദ്ദേഹം ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരാളായിട്ട് വളർന്നു വന്നയാളാണ്. ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ധാരാളം വായിച്ചു നോക്കിയ ആളാണ്. എന്നാൽ അദ്ദേഹം he became a believer. അദ്ദേഹം ഒരു വിശ്വാസിയായി, ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യൻ ആയി തീർന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകം ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. DNA ഡീകോഡ് ചെയ്തതിനു ശേഷം അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. ലാംഗ്വേജ് ഓഫ് ഗോഡിൽ അദ്ദേഹം പറയുന്നുണ്ട് how the transformation in his life took place. അദ്ദേഹം ഒരു ഡോക്ടറായി ഒരു ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്യേണ്ടി വന്ന രോഗികളെല്ലാം തന്നെ ടെർമിനലി ഇൽ ആയിട്ടുള്ള രോഗികളാണ്. മരണത്തെ അഭിമുഖീകരിക്കുന്ന രോഗികൾ, എല്ലാ പ്രായത്തിലുള്ള രോഗികളുണ്ട്. അദ്ദേഹം ഈ രോഗികളിൽ 2 തരത്തിലുള്ള രോഗികളെ കണ്ടു. ഈ അനുഭവത്തെക്കുറിച്ച് ശപിക്കുന്നവർ, ഈ വേദന സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവർ, മരിക്കാൻ പോകുന്നല്ലോ എന്നോർത്ത് ഭയപ്പെടുന്നവർ. മറ്റൊരു കൂട്ടരാവട്ടെ അവർ സന്തോഷിക്കുന്നു, അവരെ കാണാൻ ആളുകൾ വരുന്നു, അവരൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അവർ മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ പോലും സന്തോഷിക്കുന്നു. ഈ വ്യത്യാസം അദ്ദേഹത്തെ ചെറുതായിട്ടൊന്നുമല്ല, വല്ലാതെ അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്തു. അദ്ദേഹം ഈ രോഗികളോട് സംസാരിക്കാൻ തുടങ്ങി. Why you laugh even in your pain? And they said, because Christ Jesus lived for me and he died for me. If I die, I will be with him. If he heal, I will live for him. ഞാൻ ദൈവം എന്നെ സൗഖ്യമാക്കിയാൽ ഞാൻ അവന് വേണ്ടി ജീവിക്കും.
ദൈവം എന്റെ ജീവനെ എടുത്താൽ ഞാൻ അവനോട് കൂടെ ആയിരിക്കും എന്ന് വലിയ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടുന്ന മനുഷ്യൻ പറയുന്ന രോഗികളെ കണ്ടാണ് ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ് മാനസാന്തരപ്പെട്ടത്. ദാറ്റ് ഈസ് ഹിസ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ആൻഡ് ഡേ ബൈ ഡേ he started experiencing Christ in his life. അത് തന്റെ ജീവിതത്തിന്റെ ചിട്ടകളെയും ആസ്പിറേഷൻസ്, ഇഷ്ടങ്ങളെയും എല്ലാം തന്നെ രൂപാന്തരപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്രകാരത്തിൽ യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള അനുഭവം നമ്മുടെ ഒരു ഡേ ടു ഡേ എക്സ്പീരിയൻസ് ആയിട്ട് തീരും. ചില കാര്യങ്ങൾ സാധിക്കുന്നതിലോ നമ്മുടെ അറിവ് കൊണ്ട് ദൈവത്തെ അളക്കുന്നതിലോ അല്ല, പിന്നെയോ എവ്രി ഡേ വിത്ത് ജീസസ്, എവ്രി എക്സ്പീരിയൻസ് വിത്ത് ജീസസ്. ഓരോ അനുഭവവും ഓരോ ദിവസവും ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നതിലൂടെ ലഭിക്കുന്ന ബലം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അടയാളമല്ല, ജ്ഞാനമല്ല, അതിനൊക്കെ മീതെയുള്ള ദൈവത്തെ ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇത് പ്രസംഗിക്കുന്നു. We preach what we believe and what we experience. Let Christ be an experience in our day-to-day life and in all our experiences, whether it is painful, whether it is happiness. ജീവിതത്തിന്റെ ഏത് അനുഭവത്തിലും നമുക്ക് ക്രിസ്തുവിനെ അനുഭവിച്ചറിയാൻ ഇടയായി തീരട്ടെ. ഈ പാൻഡമിക് ആവട്ടെ, ഇതിലൂടെ നമ്മൾ നേരിടുന്ന പല വിധത്തിലുള്ള സ്ട്രെസ് ആവട്ടെ, പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ജോബ് ലോസ്, there are a lot more experiences caused by this pandemic, but the solution is our trust in the Lord. ക്രിസ്തു യേശുവിലുള്ള ആശ്രയമാണ് നമുക്ക് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇടയാക്കി തീർക്കുന്നത്. 18ാമത്തെ വാക്യം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകും. For the word of the cross is folly to those who are perishing, but to us who are being saved, it is the power of God. രണ്ട് തരം ആളുകളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ. ഒന്ന് നശിച്ചു പോകുന്നവർ, മറ്റേത് രക്ഷിക്കപ്പെടുന്നവർ. ഇത് വാസ്തവത്തില് ഈ കൊരിന്ത്യ ലേഖനത്തിന്റെ ഒരു കീ ആണെന്ന് പറയാം. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊരിന്ത്യ ലേഖനം വായിക്കേണ്ടത്. ഈ രണ്ടു തരം മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. 3-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ ശിശുക്കളാണ്, നിങ്ങൾ ജഡികരാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ തർക്കമുള്ളത്, നിങ്ങളുടെ ഇടയിൽ പാപമുള്ളത്. ഇത് പറയുന്നുണ്ട്, നിങ്ങൾ ജഡികരാണ്, നിങ്ങൾ വളർന്നിട്ടില്ല, നിങ്ങൾ ശിശുക്കളാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പാലാണ് തരുന്നത്. Not solid food, but liquid. I give you because you are child, you are children. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്തെ ഫോക്കസ് ചെയ്യുകയും the worldly pleasures, worldly and bodily emotions. If you live to satisfy bodily pleasures and sensual pleasures and worldly matters, that life is a fleshy life. It is a worldly life. It is a lowly life. അതൊരു താണതരം ജീവിതമാണ്. But you need to grow. When you grow in Christ, your life will become a higher life, a spiritual life. യേശു ക്രിസ്തുവിൽ വളരുമ്പോൾ, യേശു ക്രിസ്തു ജീവിതത്തിന്റെ അടിസ്ഥാനവും കേന്ദ്രവുമായി തീരുമ്പോൾ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ ബോട്ടം ലെവൽ ഇൻട്രസ്റ്റുകളിൽ നിന്ന് മാറി ഹയറായ ഒരു ജീവിതം നമുക്കുണ്ടാകാനായിട്ട് ഇടയായി. അങ്ങനെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്ന ലൈഫിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ നാശത്തിന്റെ ലൈഫാണ്. രക്ഷയുടെ ലൈഫിലേക്ക് നമ്മൾ എത്തുമ്പോൾ ക്രൂശിന്റെ വചനം നമുക്ക് എന്തായിട്ട് തീരും? ഇറ്റ് വിൽ ബിക്കം എ പവർ ഓഫ് ഗോഡ്. ഇറ്റ് ഇസ് എ പവർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശക്തിയാണ് ക്രൂശിന്റെ വചനം. യേശു ക്രിസ്തു, സുവിശേഷം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പവർ ഓഫ് മൈ ലൈഫ്. എന്റെ ജീവിതത്തിന്റെ ശക്തിയാണ്. അങ്ങനെ ശക്തിയായി തീരത്തക്ക വിധത്തിൽ യേശു ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനും നിരന്തരമായി നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഗ്രോ ചെയ്യാനും നമുക്കിടയായി. വാസ്തവത്തിൽ നമ്മുടെ നോമ്പ് നമസ്കാരങ്ങളൊക്കെ ഈ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. വി ആർ ഗ്രാജുവലി ഗ്രോവിംഗ് ഫ്രം ദ വേൾഡ്ലി ആൻഡ് ബോഡിലി ടു ഹയർ ലെവൽ ഓഫ് ലൈഫ്. യേശു ക്രിസ്തുവിനോട് കൂടെ വളരുന്ന ഒരു ആത്മീക ജീവിതം.
അതിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തു ആയിരിക്കണം. യേശു ക്രിസ്തുവിലാണ് നമുക്ക് ആ തരത്തിലുള്ള ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടാവുക എന്ന പൗലോസ് അപ്പോസ്തലൻ പറയുക. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്. There are perishing people. They will say that this is folly, nothing. എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവ ശക്തിയാണ്. അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രവും അടിസ്ഥാനവുമായിരിക്കും. മദർ തെരേസ വ്യക്തിപരമായി പറഞ്ഞ ഒരനുഭവം ഇപ്രകാരമുണ്ട്. മദർ തെരേസ 70കളുടെയൊക്കെ മധ്യത്തില് കൽക്കട്ടയിലെ തെരുവുകളിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. ലോകം അവരെ അറിഞ്ഞു തുടങ്ങിയ കാലം. ഷി വാസ് ജസ്റ്റ് കെയിം ഇൻ ടു ദ ഫെയിം. പ്രസിദ്ധയായി തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് സൗദിയിലെ ഷെയ്ഖ് രാജാവ് അവരെ ഒരു പേഴ്സണൽ മീറ്റിങ്ങിനായി ഇൻവൈറ്റ് ചെയ്തു. അവരവിടെ ചെന്നു. സൗദിയിലെ രാജാവ് അവരുടെ വർക്കുകളെ കുറിച്ചൊക്കെ ഒത്തിരി അപ്രീസിയേഷൻ പറഞ്ഞു. സൗദി അറേബ്യയിലെ രാജാവ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒത്തിരി അപ്രീസിയേഷൻ പറഞ്ഞു. ഇന്ത്യയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെസ്റ്റിറ്റ്യൂട്ട്സിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ മനോഹരമാണ്. ഞങ്ങൾക്കും ഇവിടെ ധാരാളം ഡെസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഓർഫൻസ് ഉണ്ട്, വിഡോസ് ഉണ്ട്. ബട്ട് ദർ ഇസ് നോബഡി ടു ടേക്ക് കെയർ ഓഫ് ദം. അവരെ ഒന്നും സഹായിക്കാൻ ആരുമില്ല. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ? ഞാൻ നിങ്ങൾക്ക് ബിൽഡിംഗ് വെച്ച് തരാം, ഞാൻ നിങ്ങൾക്ക് എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ടും തരാം, ഞാൻ നിങ്ങൾക്ക് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും തരാം. നിങ്ങൾ നിങ്ങളുടെ ആളുകൾ ഇവിടെ വന്ന് ഞങ്ങളുടെ ഇടയിലുള്ള പ്രായമുള്ളവരെ, ടെർമിനലി ഇല്ലായവരെ, അങ്ങനെയൊക്കെയുള്ളവരെ ശുശ്രൂഷ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് തുടർന്ന് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. പക്ഷെ ഒരു പ്രയാസമുണ്ട്, ഞങ്ങളുടേതൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്, മറ്റ് മതങ്ങളൊന്നും തന്നെ ഇവിടെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒരു പള്ളി ഉണ്ടാകാനോ, ഒരു ആരാധനാലയം ഉണ്ടാകാനോ, ഒരു പ്രീസ്റ്റ് ഇവിടെ വരാനോ, ഒരു ആരാധന നടക്കാനോ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാനോ ഒന്നും തന്നെ ഇവിടെ സാധിക്കത്തില്ല. മദർ അതിന് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്. മദർ പറഞ്ഞു, ഫിനാൻസ് ഞാൻ കണ്ടെത്തിക്കൊള്ളാം, ബെനിഫാക്ടേഴ്സിനെ ഞാൻ കണ്ടെത്താം, ബിൽഡിംഗ് ഞാൻ വെക്കാം, ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ ഉണ്ടാക്കാം, ഞാനും എൻ്റെ സഹോദരിമാരും ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യാം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കൊരു പള്ളി വേണം, ഞങ്ങൾക്കൊരു പട്ടക്കാരൻ വേണം, ഞങ്ങൾക്ക് യേശുവിനെ ആരാധിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞ് മദർ ആ ഒരു വലിയ ഓഫർ നിരസിക്കുകയാണ് ചെയ്തത്. ഷീ റിജക്റ്റഡ് ദ ഓഫർ. ക്രിസ്തുവാണ് വലുത്, ക്രിസ്തുവാണ് കേന്ദ്രം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ക്രിസ്തുവിനോട് കൂടെ നമുക്ക് വലിയ പോസിബിലിറ്റീസ് ഉണ്ട്. ലെറ്റ് us not miss Christ in our life. നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവിനെ, യേശു കർത്താവിലൂടെയുള്ള രൂപാന്തരത്തെ, യേശു കർത്താവിലൂടെയുള്ള ഉന്നതമായ ജീവിതത്തെ നമുക്ക് മിസ് ചെയ്യാതിരിക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രവും അടിസ്ഥാനവുമായിരിക്കട്ടെ. അവൻ നമ്മുടെ കേന്ദ്രവും അടിസ്ഥാനവുമായിക്കൊണ്ട് നമുക്ക് ദൈവവചനം, സുവിശേഷം, യേശുക്രിസ്തു ദൈവശക്തിയായി നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളിലും നമ്മളെ ബലപ്പെടുത്തുവാൻ കഴിയുന്ന, ഉയർത്തുവാൻ കഴിയുന്ന ദൈവശക്തിയായി വ്യാപരിക്കാനായിട്ട് ദൈവമിടയായി തീരട്ടെ. അതുപോലെ തന്നെ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ തക്കവണ്ണം നമ്മൾ സിമ്പിൾ ആൻഡ് ഹംബിൾ ഹ്യൂമിലിറ്റിയോടുകൂടെ ജീവിക്കാൻ ഇടയായി തീരട്ടെ. ഏറ്റവും വലിയവരായിരിക്കുമ്പോൾ, ഏറ്റവും മഹത്വമുള്ളവരായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം താഴ്മയും സമർപ്പണവും ഉള്ളവരായിരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്യും. അതിനായി നമ്മുടെ ജീവിതത്തെ ഈ നാളുകളിൽ ക്രമീകരിക്കാം. ദൈവം നമ്മെ